إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അതിമനോഹരങ്ങളായ അത്യുത്കൃഷ്ടങ്ങളായ അസ്മാഉൽ ഹുസ്നയിൽ അവൻ്റെ വിശിഷ്ട നാമങ്ങളിൽപ്പെട്ടതാണ് അർ-റസാഖ്. അവൻ ഉപജീവനം നൽകുന്നവനാണ്, അവൻ റാസിഖാണ് എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കരങ്ങളിലാണ്, അവൻ്റെ ഖജനാവുകളിലാണ് ഉപജീവനത്തിൻ്റെ ഉപാധികളും മാർഗങ്ങളും ഭദ്രമായിട്ടുള്ളത്. അവൻ്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്കിടയിൽ ഭൂലോകത്ത് അവനത് വീതിച്ചു നൽകുന്നു. അവനവൻ്റെ ഔദാര്യമായി, ഓശാരമായി, കനിവായി, കാരുണ്യമായി അത് പകുത്തു നൽകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യമായി പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ദാരിയാത്തിലെ അവസാനത്തെ ആയത്തുകളിൽ പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഒരു ജിന്നിനെയും ഒരു ഇൻസിനെയും എനിക്കു മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ശേഷമുള്ള ആയത്തിൽ അല്ലാഹു പറഞ്ഞു, മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. നാം അവരിൽ നിന്ന് ഉപജീവനം ഉദ്ദേശിക്കുന്നില്ല, നമ്മെ ഭക്ഷിപ്പിക്കണമെന്നും നാം അവരോട് കൽപ്പിച്ചിട്ടില്ല. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് അവനെന്തെങ്കിലും നേട്ടമുണ്ടാകാനല്ല, അവൻ്റെ ധന്യതയും ഐശ്വര്യവും വർദ്ധിക്കാനല്ല. അവന് നമ്മൾ ഉപജീവനം നൽകേണ്ടതില്ല, അവനെ നമ്മൾ ഭക്ഷിപ്പിക്കേണ്ടതില്ല. മറിച്ച് അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ ഹുവർ റസ്സാഖ്. അള്ളാഹുവാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവൻ, അള്ളാഹുവാണ് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവൻ. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. അവനാണ് പ്രബലനും ശക്തനുമായിട്ടുള്ളവൻ. അതുകൊണ്ട് അവൻ നിനക്ക് അന്നം നൽകും, അവൻ നിങ്ങൾക്ക് റിസ്ക് നൽകും. നിങ്ങൾ അവൻ ഇബാദത്ത് ചെയ്ത് അവൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുക. അതാണ് നിങ്ങളുടെ ലക്ഷ്യമായി സ്ഥാപിക്കേണ്ടത് എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തി. അള്ളാഹു നമുക്ക് നൽകുന്ന റിസ്ക്, അവൻ്റെ ഉപജീവനം, പണ്ഡിതന്മാർ പറഞ്ഞു അത് രണ്ട് രൂപത്തിലാണ്. അള്ളാഹു ഭൂമിയിൽ നിശ്ചയിക്കുന്ന റിസ്ക്, ഉപജീവനം എന്ന് പറഞ്ഞാൽ വ്യാപകാർത്ഥത്തിൽ റിസ്ഖുൻ ആമുൻ, വ്യാപകാർത്ഥത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നവനും അനുസരിക്കാത്തവനും, അള്ളാഹുവിൽ ഈമാനുള്ളവനും ഈമാനില്ലാത്തവനും, അള്ളാഹു സുബ്ഹാനഹു വ തആല ധിക്കരിക്കുന്നവനും അവനെ വഴിപ്പെട്ട് ജീവിക്കുന്നവനും ഇടയിൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലെ അവസാനിയായ ആൾ വരെയുള്ളവർക്ക് അള്ളാഹു നൽകുന്ന വിശാലാർത്ഥത്തിലുള്ള, അവർക്ക് ഭൗതികമായി നൽകുന്ന ഉപജീവനം. ജീവജാലങ്ങൾക്ക് മുഴുവൻ അള്ളാഹു വ്യാപകാർത്ഥത്തിൽ നൽകുന്ന ഉപജീവനം. അള്ളാഹു പറഞ്ഞു, വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി. ഭൂമിയിൽ ഏതൊരു ജീവിയുണ്ടോ, ഏതൊരു ജീവജാലമുണ്ടോ, ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. അതിൻ്റെ റിസ്ക്, അതിൻ്റെ ഉപജീവനം
അള്ളാഹു ഏറ്റെടുത്തിട്ടല്ലാതെയില്ല. ഇതെല്ലാവർക്കും വ്യാപകാർത്ഥത്തിൽ അള്ളാഹു നൽകുന്ന റിസ്ക്കാണ്. അതിനപ്പുറത്ത് റിസ്ഖുൻ ഖാസുൻ, അള്ളാഹു പ്രത്യേകമായി നൽകുന്ന വിശിഷ്ടമായ ഉപജീവനമുണ്ട്. പ്രത്യേകമായ റിസ്ക് അത് അള്ളാഹു തെരഞ്ഞെടുത്തവർക്ക് മാത്രം നൽകുന്ന റിസ്ക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് സൂറത്തു ത്വലാഖിന്റെ അവസാനത്തിൽ പറഞ്ഞു, റസൂലൻ യത്ലു അലൈക്കും ആയാത്തില്ലാഹ് മുബയ്യിനാത്തിൻ ലിയുഖ്രിജല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് മിനൽ ദുലുമാതി ഇലൻ നൂർ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നുള്ള ഉത്ബോധനമായി അവനിൽ നിന്നുള്ള റസൂലിനെ നിങ്ങൾക്ക് അയച്ചു. ആ റസൂൽ നിങ്ങൾക്കുമേൽ അവന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കുന്നു, നിങ്ങളെ സന്മാർഗത്തിൽ നിന്ന് ദുർമാർഗത്തെ വ്യക്തമാക്കി നന്മയിലേക്കും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കും നിങ്ങളെ അവൻ നയിക്കുന്നു. ലിയുഖ്രിജല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, ഈമാനുള്ളവരെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരെ മിനദ്ദുലുമാതി ഇലൻ നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് സന്മാർഗത്തിന്റെ വെളിച്ചത്തിലേക്ക് ആ റസൂൽ പുറത്തു കൊണ്ടുവരുന്നു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വമൻ യുഅ്മിൻ ബില്ലാഹ് വയഅമൽ സ്വാലിഹാ, ആരാണ് അല്ലാഹുവിൽ ഈമാനുള്ളവർ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ, യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ, അവരെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ശാശ്വതമായ സ്ഥിരവാസത്തിനുള്ള സ്വർഗ്ഗത്തോപ്പുകളിൽ നാം പ്രവേശിപ്പിക്കുന്നതാണ്. ശേഷം അല്ലാഹു പറഞ്ഞു, ഖദ് അഹ്സനല്ലാഹു ലഹു റിസ്ഖാ, അവർക്ക് ഏറ്റവും മനോഹരമായ ഉപജീവനം നാം നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രത്യേകമായ റിസ്ക്കാണിത്. അല്ലാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്തവർക്ക് നൽകുന്ന റിസ്ക് അത് ഈമാനാണ്, സൽക്കർമ്മമാണ്, തഖ്വയാണ്, അല്ലാഹുവെ കുറിച്ചുള്ള പേടിയാണ്, സ്വർഗത്തിലേക്കുള്ള ഹിദായത്താണ്, ദുനിയാവിൽ അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കലാണ്. ഇതെല്ലാവർക്കും നൽകുകയില്ല. ഇതല്ലാഹു പ്രത്യേകം തെരഞ്ഞെടുക്കുന്ന ഈമാനും സൽക്കർമ്മങ്ങളും സമ്പന്നമാകുന്നവർക്ക് അല്ലാഹു പ്രത്യേകമായി നൽകുന്ന റിസ്ക്കാണ്. ഈ റിസ്ക്കാണ് ഏറ്റവും വിശിഷ്ടമായ റിസ്ക്. സഹോദരങ്ങളെ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റിസ്ക് അത് ഭൗതികമായും ആത്മീയമായും നമുക്ക് ലഭ്യമാകുന്ന റിസ്ക് അത് നൽകപ്പെടാൻ അല്ലാഹു ചില കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. റിസ്ക് വരുന്ന ഉപജീവനോപാധികൾ അല്ലാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ചില വഴികൾ അല്ലാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാരണം, റിസ്ക് നൽകപ്പെടാൻ അല്ലാഹുവിന്റെ വ്യാപകാർത്ഥത്തിലും പ്രത്യേകാർത്ഥത്തിലുമുള്ള, ഞാൻ നടേ സൂചിപ്പിച്ച രണ്ടർത്ഥത്തിലുമുള്ള റിസ്ക് അല്ലാഹു നമുക്ക് അനുകൂലമാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഏറ്റവും പ്രഥമമായ കാരണം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈമാനാണ്, അമലു സ്വാലിഹാത്തുകളാണ്, സൽക്കർമ്മങ്ങളാണ്, അല്ലാഹുവിലുള്ള തഖ്വയാണ്. റിസ്ക് ആഗ്രഹിക്കുന്നവരെ, ഉപജീവനവും ഭൗതികമായ അഭിവൃദ്ധിയും സമ്പത്തും ആഗ്രഹിക്കുന്നവരെ, ഒന്നാമതായി നിങ്ങൾ അതിനുവേണ്ടി കണ്ടെത്തേണ്ടുന്ന കാരണം, അതിനുവേണ്ടി വെട്ടിയൊരുക്കേണ്ടുന്ന വഴി അല്ലാഹുവിലുള്ള ഈമാൻ സുദൃഢമാക്കുക, സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക, അല്ലാഹുവെ കുറിച്ചുള്ള തഖ്വ അത് വളർന്നു പന്തലിക്കുക. അല്ലാഹു പറഞ്ഞു സൂറത്തുൽ ഹജ്ജിൽ, ഫല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് ലഹും മഗ്ഫിറത്തുൻ വറിസ്ഖുൻ കരീം, ഈമാനുള്ളവർ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ അവർക്ക് അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനമുണ്ട്, മഗ്ഫിറത്തുണ്ട്. മാത്രമല്ല വറിസ്ഖുൻ കരീം, മാന്യമായ ഉപജീവനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മാന്യമായ ഉപജീവനം ദുനിയാവിൽ ഐഹിക ലോകത്ത് നൽകും. പരലോകത്ത് അവന്റെ പാപമോചനവും സ്വർഗവും കാത്തിരിക്കുന്നുണ്ട്. ആർക്ക്? ഈമാനുള്ളവർക്ക്, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക്. അതുകൊണ്ട് ഉപജീവനത്തിന്റെ അടിത്തറ, റിസ്കിന്റെ അടിത്തറകളിൽ അടിത്തറ ഈമാനും സൽക്കർമ്മവുമാണ്. അല്ലാഹുവെ കുറിച്ചുള്ള പേടിയാണ്, ഭയമാണ്, തഖ്വയാണ്. അല്ലാഹു സൂറത്തു ത്വലാഖിൽ പറഞ്ഞു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആരല്ലാഹു ഹറാമാക്കിയ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുന്നുവോ, അവൻ നിർബന്ധമാക്കിയത് ഒഴിച്ചുകൂടാതെ പ്രവർത്തിക്കുന്നുവോ, അതാണ് തഖ്വ. യജ്അൽ ലഹു മഖ്റജ, അല്ലാഹു അവന് പോംവഴി ഉണ്ടാക്കി കൊടുക്കും. ദുനിയാവിലെ ഏതു പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്റജ്, എക്സിറ്റ് അവൻ ഉണ്ടാക്കി കൊടുക്കും. ഏതു വഴികൾ അടഞ്ഞാലും അല്ലാഹു തുറന്നു കൊടുക്കുന്ന വഴി അവന് മുമ്പിൽ കണ്ടെത്താൻ സാധിക്കും. അല്ലാഹു അവന് പോംവഴി ഉണ്ടാക്കും. വയർസുഖ്ഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത മാർഗത്തിൽ, അവന്റെ സ്വപ്നത്തിന്റെ ഏഴയലത്ത് പോലും അവൻ സ്ഥാപിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായി, അപ്രതീക്ഷിതമായി, അവിചാരിതമായി അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്കിന്റെ വാതായനങ്ങൾ
ഉപജീവനോപാധികൾ അവന് തുറന്നു നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ അനുഷ്ഠിച്ച് തഖ്വ സമ്പാദിച്ച് ഈമാനും സൽക്കർമ്മങ്ങളും സമ്പന്നമാക്കി നമ്മൾ ജീവിച്ചാൽ നമ്മൾ ആശങ്കപ്പെടുന്ന ഭൗതിക ലോകത്ത് അന്നത്തിന്റെ വകുപ്പ് അള്ളാഹു തുറന്നു തരുമെന്നാണ്. ഉപജീവനോപാധികൾ നമ്മൾ ചിന്തിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു തുറന്നിട്ട് തരുമെന്നാണ്. നമ്മൾ വിചാരിക്കുന്നു ഈ ഹറാമ് ചെയ്താലേ, തൽക്കാലത്തേക്ക് ദീൻ കൈയൊഴിഞ്ഞാലേ, നൈമിഷികമായി തഖ്വ കൈമോശം വന്നാലേ ഞാൻ വിചാരിക്കുന്ന സമ്പാദ്യവും വരുമാനവും ആസ്തിയും എൻ്റെ കുടുംബത്തിനും വരും തലമുറക്കും നേടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ജോലിയിൽ ഹറാമുണ്ടെങ്കിലും എനിക്ക് ഉപേക്ഷിക്കാൻ വയ്യ, എനിക്കത് മാറ്റി നിർത്താൻ വയ്യ, അകറ്റി നിർത്താൻ വയ്യ. കാരണം എന്താണ്? എൻ്റെ അന്നം മുട്ടും, എൻ്റെ കുടുംബം പട്ടിണി കിടക്കേണ്ടി വരും. അള്ളാഹു പറയുന്നു, അള്ളാഹുവിനെ നീ തഖ്വ ചെയ്താൽ, നീ ഹറാം ഒഴിവാക്കിയാൽ, അതിൻ്റെ ജോലിയുടെ രംഗത്താണെങ്കിലും, നിന്റെ ഉപജീവനോപാധികളുടെ രംഗത്താണെങ്കിലും, നിന്റെ ഭൗതികമായ ക്രയവിക്രയങ്ങളിലാണെങ്കിലും, നിന്റെ ഇടപാടുകളിലാണെങ്കിലും തഖ്വ കൈമോശം വരുന്ന ഒരു ഹറാമുണ്ടോ നീ ഒഴിവാക്കിയാൽ, അള്ളാഹു നിർബന്ധമാക്കിയൊരു വാജിബുണ്ടോ അത് നഷ്ടപ്പെടാതെ നീ കാത്തു സൂക്ഷിച്ചാൽ, നീ ആശങ്കപ്പെടുന്ന റിസ്ക് ഉണ്ടല്ലോ, നീ ഈ മാർഗത്തിലൂടെ ലഭിക്കൂ എന്ന് നീ വാശി പിടിക്കുന്ന റിസ്ക് നീ ചിന്തിക്കാത്ത മാർഗത്തിൽ അള്ളാഹു തുറന്നിട്ടിരുന്ന. ആരുടെ വാഗ്ദാനമാണ് വലുപ്പം? ആരുടെ വാഗ്ദാനമാണ് ഏറ്റവും അമൂല്യമായ അലംഘനീയമായ വാഗ്ദാനം? അള്ളാഹുവിൻ്റെതാണെന്ന് ഉറപ്പുണ്ടോ? ഈ ആയത്ത് നമ്മൾ പ്രാവർത്തികമാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, റിസ്ക് ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആവർത്തിക്കുന്നു, ഈമാനാണ്, സൽക്കർമ്മങ്ങളാണ്, തൗഹീദാണ്, സുന്നത്താണ്. അള്ളാഹു ഹറാമാക്കിയത് ഒഴിച്ചു നിർത്തലും അവൻ നിർബന്ധമാക്കിയത് ഒഴിച്ചുകൂടാതെ പ്രവർത്തിക്കലുമാണ്, തഖ്വയാണ്. ഇതാണ് ഉപജീവനത്തിന്റെ അടിത്തറ. ഉറങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് ഉണർന്നിരിക്കുക. ജുമയുടെ ഖുത്ബ ശ്രദ്ധയോടെ ഉറങ്ങാതെ, ക്ഷീണമില്ലാതെ, മടിയില്ലാതെ, അലസതയില്ലാതെ കേൾക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം അള്ളാഹുവിലുള്ള സത്യസന്ധമായ തവക്കുൽ. നമ്മൾ തവക്കുൽ എന്ന് ചില ആളുകളുടെ ബിസിനസ് സംരംഭങ്ങളിൽ പേരിടുന്നത് കാണാം. ചില ആളുകളുടെ വാഹനങ്ങൾ, വലിയ വാഹനങ്ങളുടെ മുകളിൽ തവക്കുൽ എന്ന് പേരെഴുതിയത് കാണാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഭൗതികമായ ഞെരുക്കം വരുമ്പോൾ ഒക്കെ ശരിയാവും, തവക്കൽതു അലല്ലാഹ് എന്ന് ചടങ്ങിന് വാചികമായി പറയുന്നത് കാണാം. അതിനപ്പുറത്ത്, തവക്കുലിലേക്ക് ചേർത്തിയുള്ള അവകാശവാദങ്ങൾക്കപ്പുറത്ത്, പഞ്ചുള്ള ഡയലോഗുകളിൽ തവക്കുൽ പറയുന്നതിനപ്പുറത്ത്, നമ്മുടെ മനസ്സിന്റെ ആഴക്കയങ്ങളിൽ സ്പർശിക്കുന്ന സത്യസന്ധമായ തവക്കുൽ നമുക്ക് സാധിക്കണം. ആ തവക്കുൽ അള്ളാഹുവിലുള്ള അടിയുറച്ച അവലംബം, കാര്യങ്ങൾ സമ്പൂർണമായി അള്ളാഹുവിലെ കേൾപ്പിക്കുന്ന, ചെയ്യേണ്ടത് ചെയ്ത്, പണിയെടുക്കേണ്ടതുപോലെ പണിയെടുത്ത്, പിന്നീട് ആ കാരണങ്ങൾക്ക് പിന്നാലെ തിരിഞ്ഞുകളയാതെ അള്ളാഹുവിലുള്ള അവലംബത്തിൽ അടങ്ങി സമാധാനിക്കുന്ന. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, തവക്കുൽ എന്ന് പറഞ്ഞാൽ നീ അനങ്ങാതെ ചലിക്കലും, ചെയ്യേണ്ടത് ചെയ്യണം, പണിയെടുക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. അതാണ് അനങ്ങാതെ ചലിക്കുക എന്ന് പറഞ്ഞാൽ. ചെയ്യേണ്ടത് ചെയ്തിട്ട് പിന്നെ ചലിക്കാതെ അടങ്ങലുമാണ്. ചെയ്യേണ്ടത് ചെയ്തിട്ട് അതിന്റെ പിന്നാലെ തിരിഞ്ഞു നോക്കാതെ അള്ളാഹുവിൽ കാര്യങ്ങൾ അവലംബിക്കുക. ഇതാണ് തവക്കുൽ. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവക്കുലിനെ കുറിച്ച് പറഞ്ഞ, തവക്കുൽ ചെയ്യേണ്ടതുപോലെ ചെയ്താൽ കിട്ടേണ്ടത് അള്ളാഹു നമുക്ക് നൽകുമെന്ന അള്ളാഹുവിന്റെ വാഗ്ദാനത്തെ അരക്കെട്ടുറപ്പിക്കുന്ന മനോഹരമായ ഒരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ലൗ അന്നകും തവക്കൽതും അലല്ലാഹി ഹഖ തവക്കുലി ലറസഖകും കമാ യർസുഖു തയ്ർ തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാന. ലൗ അന്നകും, നിങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കേണ്ടതുപോലെ, ബരമേൽപ്പിക്കേണ്ടതുപോലെ ബരമേൽപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ചെയ്യേണ്ടത് ചെയ്യണം. അള്ളാഹു ഭൗതികമായി നിശ്ചയിച്ചതോ ശറഈയായി നിശ്ചയിച്ചതോ ആയ കാരണങ്ങൾ നമ്മൾ ചെയ്യണം, പ്രവർത്തിക്കണം. എന്നിട്ട് അള്ളാഹുവിലേക്ക് പൂർണ്ണമായി തിരിയുക, ഹൃദയം സമ്പൂർണമായി അള്ളാഹുവിൽ അവലംബിക്കുക. കാരണങ്ങളുടെ പിന്നാലെ, ചെയ്ത പ്രവർത്തനങ്ങളുടെ പിന്നാലെ പിന്നീട് നമ്മൾ ശ്രദ്ധ തിരിക്കേണ്ടതില്ല. ചെയ്യേണ്ടത് ചെയ്തു, ഖലാസ്. പിന്നീട് പൂർണ്ണമായും അള്ളാഹുവിലേക്ക് ഹൃദയത്തെ അവലംബിക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടതുപോലെ തവക്കുലാക്കിയാൽ, അള്ളാഹു പറയുന്നു, പക്ഷികൾക്ക് അള്ളാഹു വയറ് നിറക്കുന്നത് പോലെ, പക്ഷികൾക്ക് അള്ളാഹു അന്നം നൽകുന്നത് പോലെ നിങ്ങൾക്ക് അവൻ റിസ്ക് നൽകുമെന്നാണ്. യാ സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രഭാതത്തിൽ നേരം പുലരുന്നതിന് മുമ്പ് പക്ഷികൾ ചിലച്ച് അവരുടെ കൂടുകൾ വിട്ട് ഒട്ടിയ വയറുമായി അവർ അന്നം തേടി പറന്നകലുന്നു. പ്രദോഷത്തിൽ നിറവയറുമായി കൂട്ടിൽ
അവർ അവശേഷിപ്പിച്ച പിഞ്ചോമനകൾക്കുള്ള അന്നത്തിന്റെ ഭക്ഷ്യ ഉരുളകൾ അവർ കൊക്കിലേന്തി കൂട്ടിലേക്ക് തിരിച്ചുവരുന്നു, നിറവയറുമായി. കാലിവയറുമായി പ്രഭാതത്തിൽ കൂടുവിട്ടകന്ന് പറന്ന പക്ഷികൾ നിറവയറുമായി പ്രദോഷത്തിൽ തിരിച്ചു വരുന്ന അള്ളാഹു അവർക്ക് റിസ്ക് നൽകിയ രൂപം അത് അനിർവചനീയമാണ്, അവർണ്ണനീയമാണ്, അതിമനോഹരമാണ്. അതുപോലെ അള്ളാഹു തവക്കുലാക്കേണ്ടതുപോലെ തവക്കുലാക്കിയാൽ മനുഷ്യരെ അള്ളാഹു നിങ്ങളെ പടച്ച റബ്ബ് നിങ്ങൾക്ക് അന്നം നൽകുന്നതാണ്. ഇതിൽ വിശ്വസിക്കാൻ നമുക്ക് ഈമാനിന്റെ കരുത്തുണ്ടോ? ഇസ്ലാമിന്റെ ഉറപ്പുണ്ടോ? തഖ്വയുടെ ചങ്കുറപ്പുണ്ടോ? ഇസ്ലാമിക സ്വത്വബോധത്തിന്റെ നട്ടെല്ലുണ്ടോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് റിസ്കിൽ ആശങ്കപ്പെടുന്നവർ, സമ്പത്ത് കുറഞ്ഞുപോയതിൽ പ്രയാസപ്പെടുന്നവർ, ആഗ്രഹിച്ചത് ദുനിയാവിൽ കിട്ടുന്നില്ല എന്ന് ആശങ്കാകുലരാകുന്നവർ, രണ്ടാമതായി അത് കിട്ടാൻ സ്വരുക്കൂട്ടേണ്ടുന്ന വഴി അള്ളാഹു പറഞ്ഞു സത്യസന്ധമായ തവക്കുലാണ്, സത്യസന്ധമായ തവക്കുൽ. മൂന്നാമതായി ഞാൻ പറയട്ടെ, ക്ഷമയാണ്. ക്ഷമ എന്നത് ദീനിന്റെ പാതിയാണ്, ഈമാനിന്റെ നേർപകുതിയാണ്. ക്ഷമയില്ലാത്തവന് മുസ്ലിം ആവാൻ സാധിക്കുകയില്ല, മുഅ്മിനാവാൻ സാധിക്കുകയില്ല, അല്ല ഒരു യഥാർത്ഥ മനുഷ്യനാകാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന് വേണ്ടി നന്മകൾ ചെയ്യാൻ നിർബന്ധമാക്കിയ, അള്ളാഹു വാജിബാക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ അപാരമായ ക്ഷമ വേണം. അവൻ ഹറാമാക്കിയ തിന്മകൾ നിഷിദ്ധങ്ങൾ ഒഴിവാക്കാൻ അപാരമായ ക്ഷമ വേണം. നന്മകൾ ചെയ്യാനും തിന്മകളിൽ നിന്ന് അകലാനും ക്ഷമ വേണം. അതിനിടയിൽ ആകസ്മികമായി സംഭവിക്കുന്ന പരീക്ഷണങ്ങൾ, ദുരന്തങ്ങൾ, വിപത്തുകൾ, രോഗങ്ങൾ, മാറാവ്യാധികൾ, അപകടങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ പരീക്ഷണങ്ങളായി നമ്മെ തേടിയെത്തുമ്പോഴും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, തീർച്ചയായും നാം അല്ലാഹുവിൽ നിന്നുള്ളവരാണ്, അവനിലേക്ക് തന്നെ മടങ്ങേണ്ടവരാണ്. ഇന്ന ലില്ലാഹി മാ അഖദ് വലഹു മാ അഅതാ വകുല്ലു ശൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ. അതേ, പെട്ടെന്ന് മരണമുണ്ടായി പ്രയാസമകപ്പെടുന്നവരെ, മരണപ്പെട്ട വ്യക്തിയുടെ വീട്ടുകാരെ ആശ്വസിപ്പിക്കാനുള്ള തഅസിയത്തിന്റെ വാചകങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണിത്. ഒരിക്കൽ പോലും ഒരു പക്ഷേ നമ്മൾ പ്രാവർത്തികമാക്കാത്ത വാചകം. മരണവീട്ടിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ ആശ്വസിക്കാൻ പോകുമ്പോൾ പറയേണ്ട വാചകമായി റസൂൽ പഠിപ്പിച്ച വാചകം ഇന്ന ലില്ലാഹി മാ അഖദ്, അള്ളാഹു എടുത്തത് അവൻ്റെതാണ്, വലഹു മാ അഅത, നിങ്ങൾക്കിപ്പോൾ ബാക്കിയുള്ളത് നൽകിയതും അവൻ്റെതാണ്. അള്ളാഹു നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയതും അവൻ്റെതാണ്, ഇപ്പോൾ ബാക്കിയുള്ളതും അവൻ്റെതാണ്. വകുല്ലു ശൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ, എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുവിന്റെ അടുക്കൽ നിശ്ചിതമായ ഒരു അവധിയുണ്ട്. അവധി തീർന്നാൽ അവൻ എടുക്കും, അവധി ബാക്കിയുണ്ടെങ്കിൽ അവൻ നിലനിർത്തും. അതുകൊണ്ട് ഫൽതസ്ബിർ വൽതഹ്തസിബ്, സംഭവിച്ചതിൽ ക്ഷമിക്കുക. അള്ളാഹുവിന്റെ കണക്കില്ലാത്ത ക്ഷമിക്കുന്നവർക്കുള്ള അളവറ്റ പ്രതിഫലം, പരലോകത്തെ സ്വർഗം നിങ്ങൾ മോഹിക്കുക, ക്ഷമിക്കുക. നോക്കൂ, നിങ്ങൾ എത്ര മനോഹരമാണ്. ഇങ്ങനെ ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം അളവറ്റതാണ്, കണക്കില്ലാത്തതാണ്, പരിധിയില്ലാത്തതാണ്. ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന റിസ്ക് അതിനും അളവില്ല, കണക്കില്ല, പരിധിയില്ല. അതുകൊണ്ട് റിസ്ക് വർദ്ധിക്കാൻ ആഗ്രഹിക്കുന്നവരെ മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് കണക്കില്ലാതെ ക്ഷമിക്കുക. അളവില്ലാത്ത അള്ളാഹുവിന്റെ റിസ്ക് നമുക്ക് അനുകൂലമാകും. നാലാമതായി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഭൗതികമായ സൗഖ്യത്തിനും ഉപജീവനോപാധികൾ സുഗമമാകാനും നന്മകളും ബറക്കത്തുകളും അള്ളാഹുവിന്റെ ഖജനാവുകളിൽ നിന്ന് നമുക്ക് അനുകൂലമാകാനും അവനിലേക്ക് കരങ്ങൾ ഉയർത്തുക, പടച്ചവനോട് യാചിക്കുക. അവന്റെ അടിമയാണ് നാം. ഞാൻ എന്തിന് ദാരിദ്ര്യത്തെ ഭയക്കണം? മഹാസമ്പന്നനായ, സമ്പന്നരിൽ അതിസമ്പന്നനായ, ഒരു സൂചി മുനമ്മിന്റെ അളവ് പോലും തന്റെ ഖജനാവിന്റെ ശേഖരത്തിൽ നിന്ന് കുറയാത്ത മഹാഖജനാവുകളുടെ അധിപനായ റബ്ബിന്റെ അടിമയല്ലയോ ഞാൻ? എങ്കിൽ ഞാൻ എന്തിന് ദാരിദ്ര്യത്തെ ഭയക്കണം? അവനോട് എനിക്ക് ചോദിച്ചാൽ പോരെയോ? അവന്റെ ഖനിവിന്റെ ഔദാര്യത്തിന്റെ ഓശാരത്തിന്റെ കവാടങ്ങളിൽ ഞാൻ മുട്ടിയാൽ മതിയല്ലോ എന്ന് മുൻഗാമികൾ ചില പറഞ്ഞതുപോലെ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക, അവനോട് തേടിക്കൊണ്ടേയിരിക്കുക. അദ്ദുആഉ മിഫ്താഹു കുല്ലി ഖൈറിൻ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ ദുആ എന്നത് സർവ്വ നന്മകളുടെയും താക്കോലാണ്, സർവ്വ നന്മകളുടെയും താക്കോൽ. നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ടോ? ആത്മാർത്ഥമായി ഹറാമുകൾ ഒഴിച്ചു നിർത്തി അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ച് അവനോടുള്ള നിർബന്ധമായ ബാധ്യതകൾ നിലനിർത്തി നിങ്ങൾ അള്ളാഹുവിനോട് തേടുന്നുണ്ടോ? ഉറപ്പാണ്
അള്ളാഹുവിന്റെ മറുപടി അടുത്ത് തന്നെയുണ്ട്. കാരണം അവൻ പറഞ്ഞിരിക്കുന്നു, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുവിൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖറീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. എന്റെ അടിമകൾ എന്നെ പറ്റി ചോദിച്ചാൽ എന്റെ അടിമകളോട് എന്നെ പറ്റി പറയുക നബിയെ, ഞാൻ അവർക്ക് സമീപസ്ഥനാണ്. ഇടയാളനെ വെക്കാൻ, മധ്യവർത്തികളെ സ്വീകരിക്കാൻ, ശുപാർശകരെ ഇടയിൽ വെക്കാൻ അള്ളാഹു അകലെയുള്ളവനല്ല. നേരിട്ട് ചോദിക്കാം. എപ്പോഴും ഇടയിൽ ആൾ ആവശ്യമില്ല, മധ്യവർത്തികളുടെ ആവശ്യമില്ല, അംബിയ ഔലിയാക്കളുടെ തണലിൽ നമ്മൾ സഞ്ചരിക്കേണ്ടതില്ല. അള്ളാഹുവിനോട് നേർക്ക് നേരെ തേടാം. അവൻ സമീആണ്, ഖരീബാണ്. അവൻ അകലെയുള്ളവനല്ല, അവൻ അടുത്തുള്ളവനാണ്. അവനെല്ലാം കേൾക്കുന്നവനാണ്, ഒന്നും കേൾക്കാതെ പോകുന്നവനല്ല. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവൻ എന്നോട് മാത്രം തേടിയാൽ അള്ളാഹു പറയുന്നു, ഞാൻ അവർക്ക് ഉത്തരം നൽകുന്നതാണ്. നമ്മുടെ തേട്ടം, നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹുവിനോട് മാത്രം. അവൻ പറഞ്ഞതുപോലെയാണെങ്കിലോ, അവൻ തേടാൻ പറഞ്ഞ നിബന്ധനകൾ പാലിച്ചത് കൊണ്ടാണെങ്കിലോ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നത് അവന്റെ വാഗ്ദാനമാണ്. അവൻ ഉത്തരം ചെയ്യും, അവൻ ചോദിച്ചവർക്ക് നൽകുമെന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അവനോട് റിസ്ക് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ദുആ നമ്മെ കേൾപ്പിച്ചിട്ടുണ്ട്. വർസുഖ്നാ, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് റിസ്ക് നൽകണമേ. ഭൗതികമായും പാരത്രികമായും ആത്മീയമായും ദുനിയവിയായും ഞങ്ങൾക്ക് നൽകാനുള്ളതെല്ലാം നീ നൽകണമേ. വർസുഖ്നാ വ അൻത ഖൈറുർ റാസിഖീൻ, നീയാണ് റിസ്ക് നൽകുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠൻ. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് റിസ്ക് നൽകണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക, തേടിക്കൊണ്ടേയിരിക്കുക. സഹോദരങ്ങളെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഭൗതികമായി നമ്മൾ ആഗ്രഹിക്കുന്ന സമ്പത്തിലെ വർധനവ്, ഐശ്വര്യം, ധന്യത, സൗഖ്യം, സുഖങ്ങൾ, ഇതല്ലാഹു നൽകാൻ നമ്മൾ ചെയ്യേണ്ടുന്ന കാരണങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്ത് നമ്മെ പിടിച്ചു കുലുക്കുന്ന കടക്കണികൾ ഉണ്ടാകും, സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകും, അവിചാരിതമായി സംഭവിക്കുന്ന നഷ്ടങ്ങൾ ഉണ്ടാകും. സഹോദരങ്ങളെ, ഇതെങ്ങനെയാണ് പരിഹരിക്കുക? മനുഷ്യന്മാർ ആധുനിക കാലഘട്ടത്തിലും ഈ ഭൗതിക പുരോഗതിയുടെ ന്യൂജൻ കാലഘട്ടത്തിലും സാമ്പത്തിക പ്രതിസന്ധി വല്ലാതെ അനുഭവിക്കുന്നുണ്ട്. ലോകരാഷ്ട്രങ്ങൾ പലരും കടക്കണിയിലാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പരിഹരിച്ചു കിട്ടാൻ നമുക്ക് പഠിപ്പിച്ചു തന്ന മനോഹരമായ ഒരു ദുആ ഉണ്ട്, മഹത്തായ ദുആ. മഹാനായ സ്വഹാബി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരടിമയായിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം വന്നു പറഞ്ഞു, ഞാൻ എൻ്റെ യജമാനനുമായിട്ടുള്ള അടിമക്കരാർ തീരാനായിട്ടുണ്ട്. ഒരു നിശ്ചിത തുക മോചനദ്രവ്യം നൽകിയാൽ എന്നെ അയാൾ മോചിപ്പിക്കും, എന്നെ സ്വതന്ത്രനാക്കും. പക്ഷേ കരാറ് തീരുന്നതിന് മുമ്പ് ആ സംഖ്യ കൊടുക്കാനുള്ള വകുപ്പ് എൻ്റെ കയ്യിലില്ല. എനിക്ക് ആ മോചനദ്രവ്യം നൽകാനുള്ള സാമ്പത്തിക ശേഷിയില്ല. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറഞ്ഞു, അലാ ഉഅല്ലിമുക കലിമാത്തിൻ അല്ലമനീഹിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ കാന അലൈക മിസ്ലു ജബലി സബീരിൻ ദൈനൻ അദ്ദാഹു അല്ലാഹു അൻക. ഞാൻ നിനക്ക് ചില വാചകങ്ങൾ പഠിപ്പിച്ചു തരാം. നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പഠിപ്പിച്ചു തന്ന മനോഹരമായ മഹനീയമായ ചില വാചകങ്ങൾ. നിനക്ക് മഹാസബീർ പർവ്വതത്തിനോളം കടക്കണികൾ ഉണ്ടെങ്കിലും പർവ്വത സമാഹാരം കണക്കിയുള്ള കടക്കൂമ്പാരങ്ങളിൽപ്പെട്ടു ഉണർന്നവനാണെങ്കിലും നീ വാചകങ്ങൾ ആത്മാർത്ഥമായി അല്ലാഹുവിലേക്ക് തേടിയാൽ അല്ലാഹു നിന്റെ കടങ്ങൾ വീട്ടിത്തരാതിരിക്കുകയില്ല. ഏതു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും ഏതു കടക്കണിയിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്താനുള്ള മഹത്തായ വാചകങ്ങൾ എന്ന് പറഞ്ഞ് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു ഖുൽ, നീ പറയുക, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക, അല്ലാഹുവേ നീ ഹറാമാക്കിയതിൽ നിന്ന്, പലിശക്കണിയിൽ നിന്ന്, അനിസ്ലാമികമായ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നിന്ന്, ഇടപാടുകളിൽ നിന്ന്, അല്ലാഹുവേ നീ നിഷിദ്ധമാക്കിയ സമ്പാദ്യത്തിൽ നിന്ന് നീ ഹലാലാക്കിയത് 10 രൂപയാണ് മിച്ചം വരുന്നതെങ്കിലും, തുച്ഛമാണ് അന്നത്തെ അന്നത്തിന്റെ വകയാണ് ബാക്കിയാകുന്നതെങ്കിലും, അല്ലാഹു നീ ഹലാലാക്കിയത് കൊണ്ട് നീ ഹറാമാക്കിയതിൽ നിന്ന് എനിക്ക് സംതൃപ്തി നൽകണമേ, എനിക്ക് സായൂജ്യം നൽകണമേ, എനിക്ക് മതി വരുത്തണമേ.
വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. അല്ലാഹുവേ, നിന്റെ ഔദാര്യം, നീ തുറന്നിട്ട് തരുന്ന ഉപജീവനോപാധികളുടെ വാതായനങ്ങൾ, അതുകൊണ്ട് അതിനു പുറമെയുള്ള ഭൗതികമായ കണ്ണഞ്ചിപ്പിക്കുന്ന സുഖലോലുപതയുടെ, അനിസ്ലാമികതയുടെ, നിഷിദ്ധങ്ങളുടെ, ഹറാമിന്റെ വാതായനങ്ങൾ, അതിൽ നിന്ന് എനിക്ക് നിന്റെ ഫളിലിന്റെ വാതായനങ്ങൾ കൊണ്ട് ധന്യത നൽകണമേ. നിന്റെ ഫളിൽ കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട്, നീ തുറന്നു തരുന്ന റിസ്ക് കൊണ്ട് എന്നെ സമ്പന്നനാക്കണമേ. ഹറാമിന്റെ ലാഞ്ചനയേൽക്കാതെ നീ എനിക്ക് ധന്യത നൽകണമേ. എന്തൊരു മഹത്തായ ദുആ ആണിത് സഹോദരങ്ങളെ. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ ദുആ ചെയ്യാത്തവരാകും നമ്മളിൽ പലരും. ഇത് പഠിക്കാനും മനഃപ്പാഠമാക്കാനും, നാവ് കൊണ്ട് വാചികമായി അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി തേട്ടങ്ങളായി ഉരുവിടാനും, അല്ലാഹുവിലേക്ക് ഉയരുന്ന പ്രാർത്ഥനകളായി അന്തരീക്ഷത്തിൽ നമ്മുടെ തേട്ടങ്ങളിൽ പ്രതിധ്വനിക്കാനും ഒരിക്കൽ പോലും ഭാഗ്യം നിഷേധിക്കപ്പെട്ടവരായിരിക്കും നമ്മൾ. തിരുത്തണം, വീണ്ടെടുക്കണം, അല്ലാഹുവിനോട് തേടണം, പഠിക്കണം, ദീൻ പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിയമമാക്കിയ മനോഹരമായ ദീനിന്റെ മഹനീയമായ നന്മകൾ വീണ്ടെടുത്ത് ഭൗതികവും പാരത്രികവുമായ സുഖങ്ങൾ നേടിയെടുക്കാൻ നാം സജ്ജരാകണം. യഥാർത്ഥ മുസ്ലിമായി ഇസ്ലാമിലേക്ക് സമ്പൂർണമായി മടങ്ങണം. ഭൗതികവും ആത്മീയവും മാനുഷികവും ശാരീരികവും മാനസികവുമായ സകല പ്രതിസന്ധികൾക്കും നമ്മുടെ ദീനിൽ പരിഹാരമുണ്ട്. അറിഞ്ഞവൻ അറിഞ്ഞു, അറിയാത്തവൻ അജ്ഞനായി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് അള്ളാഹുവിനോട് തേടുക. കടങ്ങൾ മേടിക്കുന്നവർ, സാമ്പത്തിക പ്രാരാബ്ദങ്ങൾ പേറുന്നവർ, മറ്റൊരു വഴിയുമില്ലാതെ ആളുകളുടെ മുമ്പിൽ ചോദിക്കേണ്ടി വരുന്നവർ, അവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മൾ ആരിൽ നിന്നെങ്കിലും പൈസ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, സാമ്പത്തികമായ ബാധ്യതകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, ആത്മാർത്ഥമായി അത് ചെയ്യുമ്പോൾ അത് വീട്ടണം, തിരിച്ചു നൽകണമെന്ന സത്യസന്ധമായ നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അള്ളാഹു അത് വീട്ടാൻ സഹായിക്കുമെന്നാണ് ഇൻഷാ അള്ളാഹ്. ഒന്നിലേറെ ഹദീസുകളിൽ നമുക്ക് ഈ പാഠം വായിക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഖദ അംവാലൻ നാസ് യുരീദു അദാഅഹാ അദ്ദല്ലാഹു അൻഹു വമൻ അഖദ യുരീദു ഇത്ലാഫഹാ അത്ലഫഹു അല്ലാഹ്. ആരാണോ ജനങ്ങളുടെ സമ്പത്ത് അത് തിരിച്ചു നൽകണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് വാങ്ങിയത്, അള്ളാഹു അവന് വീട്ടി നൽകും. ആരാണോ തിരിച്ചു നൽകാൻ ഉദ്ദേശമില്ലാതെ ദൂർത്തടിക്കാൻ വേണ്ടി അത് വാങ്ങിയത്, അനാവശ്യത്തിന് വാങ്ങിയത്, അള്ളാഹുവിനെ നശിപ്പിച്ചു കളയും. ആ സമ്പത്തിലൊരു ബറക്കത്ത് ഉണ്ടാവില്ല. മറ്റൊരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അബ്ദിൻ കാനത് ലഹു നിയ്യ ഫി അദാഇ ദൈനിഹി ഇല്ലാ കാന ലഹു മിനല്ലാഹി അസ്സ വജല്ല ഔനുൻ. ഒരു മനുഷ്യന് താൻ വാങ്ങിയ കടത്തിന്റെ വിഷയത്തിൽ അത് വീട്ടി നൽകണമെന്ന സത്യസന്ധമായ നിയ്യത്തുണ്ടെങ്കിൽ, അങ്ങനെയാണ് അവൻ അത് വാങ്ങിയത് എങ്കിൽ അള്ളാഹുവിന്റെ അടുത്തുനിന്ന് വീട്ടി നൽകാൻ ഔനുൻ, അവൻ സഹായം ഏർപ്പെടുത്തുമെന്നാണ്. 2, മൂന്നാമതായി ഈ വിഷയത്തിൽ വന്നൊരു ഹദീസ് കൂടി കേൾപ്പിക്കാം. മാ മിൻ അഹദിൻ യുദാനു ദൈനൻ ഫഅലിമ അല്ലാഹു അന്നഹു യുരീദു ഖളാഅഹു. ആരാണ് ഒരു കടം വാങ്ങിയത്, അള്ളാഹുവിനറിയാം ആ വാങ്ങിയ വ്യക്തി മുസ്ലിം സത്യസന്ധമായും ആ കടം വീട്ടാൻ ആഗ്രഹിക്കുന്നവനാണ്. അവന്റെ ആഗ്രഹം, മനോമുകുരങ്ങളിൽ ആഗ്രഹം അള്ളാഹുവിനറിയാം. അങ്ങനെ റബ്ബത് അറിയുന്നുവെങ്കിൽ, നമ്മുടെ സത്യസന്ധത അറിയുന്നുവെങ്കിൽ, ഇല്ല അദ്ദാഹുല്ലാഹു അൻഹു ഫി ദുനിയ, ദുനിയാവിൽ അവൻ ദുനിയാവിനോട് വിട പറയുന്നതിന് മുമ്പ് അള്ളാഹു അത് വീട്ടി നൽകാതിരിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് വാങ്ങുന്ന കടങ്ങൾ പോലും വീട്ടി നൽകാൻ പ്രയാസപ്പെടുന്നവരെ നിങ്ങളുടെ നീയത്ത് പരിശോധിക്കുക. വാങ്ങിയതിന്റെ പിന്നിലുള്ള ഛേദോവികാരം പരിശോധിക്കുക. സത്യസന്ധമാണെങ്കിൽ അള്ളാഹു സഹായിക്കും, അവൻ വീട്ടി നൽകും, അവൻ ഏറ്റെടുക്കുമെന്നാണ് അള്ളാഹുവിന്റെ ഉറപ്പാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ തുറന്നിട്ട് തരുന്ന ഉപജീവനത്തിന്റെ അതിരുകളില്ലാത്ത ഉപാധികൾ, അതനുകൂലമാകുന്ന ഈമാനും തഖ്വയും സൽക്കർമ്മങ്ങളും അള്ളാഹുവിനോടുള്ള തേട്ടവും സത്യസന്ധതയും ആത്മാർത്ഥതയും കൈമുതലാക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله وصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, ഇനിയും അനേകം കാരണങ്ങളും
അള്ളാഹു ശറഇൽ നിശ്ചയിച്ചിട്ടുള്ള ഉപാധികളും നമ്മുടെ ഉപജീവനം വിശാലമാകാൻ നമുക്ക് പറയാനും പരസ്പരം ഓർമ്മപ്പെടുത്താനുമുണ്ട്. തൽക്കാലം ഇന്നത്തെ ഖുതുബയിൽ പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട നമ്മുടെ റിസ്ക്, അതിൽ അള്ളാഹു വർധനവ് നൽകാൻ കാരണമാകുന്ന ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ തുടർച്ച അടുത്ത ആഴ്ചയിലെ ഖുതുബയിലേക്ക് നമ്മൾ മാറ്റിവെക്കുകയാണ്. അള്ളാഹു നമുക്ക് റിസ്ക് അനുകൂലമാക്കാൻ, ഭൗതിക വിശാലത നേടാൻ നമ്മെ സഹായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക എന്നതാണ്. വിശിഷ്യ വെള്ളിയാഴ്ച ദിവസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നത് കൂടുതൽ പ്രതിഫലാർഹമായ കാര്യമാണ്. ആ വിഷയത്തിൽ വന്ന പ്രധാനപ്പെട്ട ഒരു ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. മഹാനായ സ്വഹാബി ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ താങ്കളുടെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഫകം അജ്അലു ലക മിൻ സ്വലാത്തി, എൻ്റെ ദുആകളിൽ, എൻ്റെ പ്രാർത്ഥനകളിൽ, അല്ലാഹുവിനോടുള്ള തേട്ടങ്ങളിൽ എനിക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോഴൊക്കെ അല്ലാഹുവിൻ്റെ റസൂലെ താങ്കൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അതാണല്ലോ സ്വലാത്ത്. എന്താണ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അതല്ലെങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അല്ലാഹുവിനോട് നമ്മൾ തേടുകയാണ് സ്വലാത്തും സലാമും. അപ്പൊ എനിക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് ചെയ്യുന്ന ദുആകളിൽ, തേട്ടങ്ങളിൽ നബിയെ താങ്കൾക്കുമേലുള്ള സ്വലാത്ത്, താങ്കൾക്ക് വേണ്ടിയുള്ള ദുആ അധികരിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. എത്രയാണ് അതിൻ്റെ അളവ്? എനിക്ക് എണ്ണം പറഞ്ഞു തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ശിഅ്ത, നിനക്ക് ഇഷ്ടമുള്ള എത്രയും എണ്ണം. ഖുൽതു അർറുബഅ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ തേട്ടങ്ങളിൽ, എൻ്റെ ദുആകളിൽ, എനിക്ക് വേണ്ടിയുള്ള റബ്ബിനോടുള്ള പ്രാർത്ഥനകളിൽ 4/1 നബിയെ താങ്കൾക്ക് വേണ്ടി സ്വലാത്ത് ചെയ്യാൻ ഞാൻ മാറ്റിവെക്കട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മാ ശിഅ്ത ഫഇൻ സിദ്ത ഫഹുവ ഖൈറുൻ ലക്, നിനക്ക് ഇഷ്ടമുള്ള അത്രയും, അതിനേക്കാൾ നീ അധികരിപ്പിക്കുകയാണെങ്കിൽ നിനക്ക് അത്രയും ഉത്തമമാണ്. അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഖുൽതു നിസ്ഫ്, നബി എൻ്റെ പകുതി, എൻ്റെ തേട്ടങ്ങളിലെ പകുതി താങ്കൾക്ക് വേണ്ടി സ്വലാത്ത് ചെയ്യാൻ ഞാൻ മാറ്റിവെക്കട്ടെയോ? നബി വീണ്ടും മറുപടി ആവർത്തിച്ചു, നിനക്കിഷ്ടമുള്ള അത്രയും എണ്ണം, അതിനേക്കാൾ വർദ്ധിപ്പിച്ചാൽ അത്രയും ഖൈറായിരിക്കും. അദ്ദേഹം വീണ്ടും ചോദിച്ചു, നബിയെ സുലുസൈൻ, എൻ്റെ പ്രാർത്ഥനകളിൽ 3/2 ഭാഗവും താങ്കൾക്ക് വേണ്ടി സ്വലാത്ത് ചെയ്യാൻ ഞാൻ മാറ്റിവെക്കട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്നത്ര വർദ്ധിപ്പിച്ചാൽ നിനക്ക് ഗുണകരമാണ്. അദ്ദേഹം അവസാനമായി ചോദിച്ചു, അജ്അലു ലക സ്വലാത്തി കുല്ലഹ, നബിയെ എൻ്റെ പ്രാർത്ഥനകളിൽ മുഴുവൻ താങ്കൾക്ക് വേണ്ടി സ്വലാത്ത് ചെയ്യാൻ ഞാൻ മാറ്റിവെച്ചാലോ? ഐ ദുആഇ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൻ തുക്ഫാ ഹമ്മുക് വയുഗ്ഫറു ലക ദംബുക്, നിന്റെ ഭൗതികമായ എല്ലാ ഞെരുക്കങ്ങൾക്കും അത് മതിയാകുന്നതാണ്. നിന്റെ സാമ്പത്തിക പ്രതിസന്ധികൾക്കും നിന്റെ റിസ്കിന്റെ ഇടുക്കത്തിനും ഞെരുക്കത്തിനും അത് മതിയാകുന്നതാണ്. വയുഗ്ഫറു ലക ദംബുക്, നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാനും അത് മതിയാകുന്നതാണ്. സഹോദരങ്ങളെ, ഇത് സ്വഹീഹായ ഹദീസാണ്. ഇമാം തിർമിദിയും മറ്റുമൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെയ്യണമെന്ന് അല്ലാഹുവിൻ്റെ കൽപ്പനയാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി, അല്ലാഹുവും അവന്റെ മലക്കുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വലാത്ത് ചെയ്യുന്നു. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, മുഅ്മിനീങ്ങളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിന്റെ പേരിൽ സ്വലാത്തും സലാമും വർദ്ധിപ്പിക്കണേ. അല്ലാഹുവിൻ്റെ കൽപ്പനയാണ് പരിശുദ്ധ ഖുർആനിലൂടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റൻ, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു സ്വലാത്ത് നിർവഹിച്ചാൽ അള്ളാഹു അവന് വേണ്ടി 10 സ്വലാത്ത് നിർവഹിക്കുമെന്നാണ്. എന്താണ് അള്ളാഹുവിൻ്റെ സ്വലാത്തും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന സ്വലാത്തും തമ്മിലുള്ള ബന്ധം അവിടെയാണ്. പലപ്പോഴും ശൈത്താൻ ഈ സ്വലാത്തിന്റെ വിഷയത്തിൽ വന്നിട്ടുള്ള ശ്രേഷ്ഠതകൾ അറിയിക്കുന്ന ഹദീസുകൾ പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ നബിന്റെ പേരിൽ സ്വലാത്തിൽ നമുക്ക് എന്താണ് നേട്ടം, അത് നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും ഭൗതിക വിശാലതയ്ക്കും കാരണമാകുമെന്ന് പറഞ്ഞാൽ അതത്ര ദഹിക്കാതെ പലർക്കും ബുദ്ധി കൊണ്ട് ദീനിനെ അളക്കുന്നവരെ. അതിൽ ഈ ഹദീസുകളിൽ മറുപടിയുണ്ട്. ഞാൻ ഈ അവസാനം പറഞ്ഞ ഹദീസിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെയ്യാൻ നമ്മോട് കൽപ്പിച്ചത് അള്ളാഹുവാണ്. ഒന്നാമതായി ഖുർആനിൽ നമ്മയും റസൂലിനെയും പടച്ച റബ്ബാണ്. അവിടുന്ന് ഹദീസിലൂടെ അത് നമ്മോട് പറഞ്ഞത് അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിലാണ്. അവിടുന്ന് അഭീഷ്ടപ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ഉരിയാടുകയില്ല, അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിലല്ല. ഈ അടിസ്ഥാനമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനയാണത്. ഇനി നബിക്കു പേരിൽ ഒരു സ്വലാത്ത് നിർവഹിച്ചാൽ 10 സ്വലാത്ത് അള്ളാഹു നമുക്ക് നിർവഹിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് വേണ്ടതെല്ലാം അള്ളാഹു നൽകുമെന്നാണ്. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന്റെ സ്വലാത്ത്, സൃഷ്ടികൾക്കുള്ള അള്ളാഹുവിന്റെ സ്വലാത്ത് വ്യാപകാർത്ഥത്തിലുള്ള ഒരു സാങ്കേതിക ശബ്ദമാണ്. അതിനെ മനോഹരമായി വിശദമായി ഈ ഹദീസ് വിശദീകരിക്കുക പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആകത്തുകയതാണ് നമുക്ക് ഭൗതികവും പാരത്രികവുമായ സകല നന്മകളും സകല ഖൈറും ബറക്കത്തും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നമ്മൾ സ്വലാത്ത് ചെയ്താൽ അള്ളാഹു നമുക്ക് നൽകുമെന്നാണ്. നോക്കൂ നിങ്ങൾ, ഒരു സ്വലാത്ത് നമ്മൾ അങ്ങനെ നിർവഹിച്ചാൽ 10 തവണ അള്ളാഹു നമുക്കത് നൽകുമെന്നാണ്. അപ്പോൾ എത്രത്തോളം വർദ്ധിപ്പിക്കുന്നുവോ നമ്മുടെ തേട്ടങ്ങളിൽ അധികവും അതിന് സ്ഥാനമുണ്ടായാൽ അത്രത്തോളം നമുക്ക് ബറക്കത്തും ഖൈറും റിസ്ക്കും ലഭിക്കുമെന്നാണ്. അതുകൊണ്ട് നഷ്ടപ്പെടുത്തിക്കൂടാ. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം ഇതിനുള്ള അവസരമാണ്. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിന്റെ തുടർച്ച അടുത്ത ആഴ്ച ഖുതുബയിൽ നമുക്ക് നിർവഹിക്കാം. والله ولي التوفيق. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.